ഹലോ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷേക്സ്പിയറിൻ്റെ 17th സോണറ്റ് ആയിട്ടുള്ള ഹൂ വിൽ ബിലീവ് മൈ വേഴ്സ് ഇൻ ടൈം ടു കം എന്ന സോണറ്റാണ്. ആൻഡ് ഷേക്സ്പിയറിന് 154 സോണറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ 126 സോണറ്റ്സ് എന്ന് പറയുന്നത് ഫെയർ യൂത്തിനെ അഡ്രസ്സ് ചെയ്ത് വരുന്ന സോണറ്റ്സ് ആണ്. സോ ഈ ഒരു 17th സോണറ്റ് എന്ന് പറയുന്നത് പ്രൊക്രിയേഷൻ എന്ന് പറയുന്നൊരു കാര്യത്തെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രീവിയസ് 16 സോണറ്റ്സിലും പറയുന്നതെന്ന് വെച്ചാൽ ഫെയർ യൂത്തിനോട് കല്യാണം കഴിക്കണം, യു ഷുഡ് ഹാവ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു കാര്യം, പ്രൊക്രിയേഷൻ, റീപ്രൊഡക്ഷൻ, ഈ ഒരു കാര്യമാണ് പറഞ്ഞു പോകുന്നത്. അതുപോലെ ഈ ഒരു പോയത്തിൻ്റെ ഒരു സമ്മറി പറയുമ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് യൂത്തിനോടുള്ളൊരു പ്ലീ ആണ്. കാരണം പോയത്ത് ഇപ്പം എത്രത്തോളം ഈ ഒരു ഫെയർ യൂത്തിനെ അദ്ദേഹത്തിൻ്റെ പോംസിലൂടെ എഴുതി വെച്ചാലും ആൾക്കാരൊരിക്കലും അത് വിശ്വസിക്കണം എന്നില്ല. എല്ലാവരും ജസ്റ്റ് ഇതൊരു മാഡ് മാൻ്റെ വേർഡ്സ് ആണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയത്തേ ഉള്ളൂ. ആർക്കും ഇതുപോലെ ഇത്ര നല്ല ഫീച്ചേഴ്സുള്ള മനുഷ്യരൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയത്തുള്ളൂ. സോ ഈ ഒരു ഫെയർ യൂത്തിനൊരു കണ്ടിന്യൂവേഷൻ വേണമെങ്കിൽ ഉറപ്പായിട്ടും ഒരു ചൈൽഡ് വേണം എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഒരു പോംസിൻ്റെ സമ്മറി എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Who will believe my verse in time to come, if it were filled with your most high deserts? Though yet heaven knows it is but as a tomb which hides your life and shows not half your parts. So first quatrainൽ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ചിൽഡ്രൻ ഉണ്ട്, ഫെയർ യൂത്തിനോട് നിങ്ങൾക്ക് ചിൽഡ്രൻ ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ റൈറ്റിങ്ങിലൂടെ മാത്രമേ എനിക്ക് നിങ്ങളെ ഇമ്മോർട്ടലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ പോയിറ്റ് തന്നെ പറയുന്നുണ്ട്, ഒരിക്കലും റൈറ്റിങ്ങിലൂടെ ഇമ്മോർട്ടലൈസ് ചെയ്യാൻ പറ്റത്തുമില്ല, ആ ഒരു കാര്യം ഇമ്പോസിബിളുമാണ്. കാരണം ആരും ഫ്യൂച്ചറിൽ ഈ ഒരു പോമിൽ വിശ്വസിക്കത്തില്ല. ആരും ഇതൊരു സത്യമായിട്ടുള്ള കാര്യമാണ്, ഫെയർ യൂത്ത് ഇത്രയും നല്ലൊരാളാണ്, ഫെയർ യൂത്തിൽ വരുന്ന ഈ ഒരു മാൻ ഇത്രയും നല്ലൊരാളാണ് എന്നൊന്നും ആരും ഒരിക്കലും വിശ്വസിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ പോയട്രി ഒരു ടൂമ്പായിട്ട് മാറുകയും ആൻഡ് ആരും തന്നെ അദ്ദേഹത്തിൻ്റെ വേർഡ്സ് മനസ്സിലാക്കാനും ശ്രമിക്കത്തില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യൂത്തിൻ്റെ ട്രൂ നേച്ചറൊന്നും ഈ പോയട്രിയിലൂടെ കാണിക്കാനും പറ്റത്തില്ല എന്നാണ് പറയുന്നത്. If I could write the beauty of your eyes and in fresh numbers number all your graces, the age to come would say, this poet lies, such heavenly touches never touched earthly faces. ഈവൻ ദോ പോയത്തിന് ഈ ഒരു യൂത്തിനെ പറ്റി ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റിയാലും എല്ലാവരും വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ഈ പോയത്ത് കള്ളം പറയുകയാണ് എന്നതാണ്. ഒരിക്കലും ഇത്രയും റിയൽ അല്ലെങ്കിൽ ഇത്രയും ഡിവൈൻ ആയിട്ടുള്ള ആൾ ഒരിക്കലും റിയാലിറ്റിയിൽ എക്സിസ്റ്റ് ചെയ്യത്തില്ല എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. So should my papers, yellowed with their rage, be scorned like old men of less truth than tongue, and your true rights be termed a poet's rage and stretched meter of an antic song. സോ ഇത് സോണറ്റ് 17ലെ ലാസ്റ്റ് ക്വാഡ്രൈൻ ആണ്. ഈ ഒരു സമയത്ത് സ്പീക്കർ തൻ്റെ സ്വന്തം റൈറ്റിങ്ങിൻ്റെ ട്രൂത്താണ് പറയുന്നത്. സോ അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പേർപ്പസ്ലെസ് ആണ് എന്നാണ് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ പോംസ്, അദ്ദേഹത്തിൻ്റെ പോംസ് ഓരോ ഏജ് കഴിയുന്തോറും അല്ലെങ്കിൽ ഓരോ സമയം കഴിയുന്തോറും ഏജ് ആവുന്നു ആൻഡ് അത് വേർഡ്ലെസ് ആയിട്ട് മാറുന്നു എന്നാണ് പറയുന്നത്. ഷേക്സ്പിയർ ഒരു സിമിലി യൂസ് ചെയ്യുന്നുണ്ട്. ഏജ്ഡ് പേപ്പേഴ്സിനെ ഓൾഡ് മെന്നായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഈ ഒരു ഏജ് പേപ്പേഴ്സിനെ ഓൾഡ് മെന്നായിട്ട്, ഈ ഓൾഡ് മെൻ എന്ന് പറയുന്നത് ഒരുപാട് നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അവർ ഒന്നും സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും പറയണമെന്നില്ല. സോ അതാണ് ഇതിൽ വന്ന സിമിലി. അതുപോലെ ഈ ഒരു ഫെയർ യൂത്തിൻ്റെ ട്രൂത്തും ലോസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആൻഡ് ഈ ഒരു സംഭവം ഒരു പോയറ്റിൻ്റെ മാഡ്നെസ് ആണ്, അല്ലാതെ റിയൽ ആയിട്ടുള്ള കാര്യമൊന്നും അല്ല എന്നായിരിക്കും പറയുന്നത്. ആരും ഇത് വായിക്കത്തുമില്ല ആൻഡ് ഓഫ് കോഴ്സ് ആരും വിശ്വസിക്കത്തുമില്ല. ബട്ട് were some child of yours alive that time, you should live twice in it and in my rhyme. ഈ ഒരു ഫാക്ടേഴ്സൊക്കെ കാരണം
ഫെയർ യൂത്തിന് കുട്ടികൾ ഉണ്ടായിരിക്കണം എന്നാണ് പോയറ്റ് പറയുന്നത്. ആൻഡ് അദ്ദേഹത്തിനൊരു കുഞ്ഞുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ജനറേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകും എന്നാണ് പറയുന്നത്. സോ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സോണറ്റ് 17 എന്ന് പറയുന്നത് ഫൈനൽ പ്രൊക്രിയേഷൻ സോണറ്റ് ആയിരുന്നു. ആൻഡ് ഈ ഒരു പോമിൽ പറയുന്നത് യൂത്തിനോട് ഒരു കുട്ടി ഉണ്ടാകണം എന്ന് പറയുന്നൊരു കാര്യമാണ് പറയുന്നത്. ആൻഡ് ഒരു കുട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ബ്യൂട്ടി ഇങ്ങനെ ഓരോ ജനറേഷൻ മാറി മാറി പോകത്തില്ല. ആൻഡ് ഇപ്പോൾ പോയറ്റ് അദ്ദേഹത്തിനെ ഇമോർട്ടലൈസ് ചെയ്യാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിൻ്റെ വേർഡ്സ് ആരും ബിലീവ് ചെയ്യത്തുമില്ല. ആൻഡ് പിന്നെന്താണ്, ഈ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് വയസ്സായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് സംസാരിക്കുന്ന കണക്ക് വെറും ആ ഒരു ഇമ്പോർട്ടൻസേ അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിന് കാണത്തുള്ളൂ. അതുപോലെ ഓരോ ഏജ് കഴിയുന്തോറും ആ ഒരു പോംസും ചിലപ്പോൾ വാനിഷായി പോയേക്കാം. ആൻഡ് ഈ ഒരു കാര്യം കാരണം ഉറപ്പായിട്ടും ഒരു ജനറേഷന് വേണ്ടി ഒരു കുട്ടി ഉണ്ടായിരിക്കണം. ഈ ഒരു കാര്യമാണ് സോണറ്റ് നമ്പർ 17 പറയുന്നത്.